ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യൻ ദേഷ്യത്തോടു കൂടി കയറി വരാൻ കേട്ടോ. ഈ സമയമാണെങ്കിലോ സോന കരഞ്ഞുകൊണ്ട് ചെല്ലാണ്. സത്യേട്ടാ, നമ്മുടെ ഇന്ദ്രേട്ടൻ, എനിക്ക് ഇന്ദ്രേട്ടനല്ലേ കാണേണ്ടത്, അവരെയാണ് കാണുന്നത്, ആ സ്ത്രീ എവിടെയെന്നാട്ടോ സത്യൻ ചോദിക്കുന്നത്. ആ സമയം സത്യൻ്റെ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സോന പറയാണ് അവരിങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അവരെവിടെ പോയെന്ന് അറിയില്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ ഭാനുമ സത്യ എന്ന് പറയുമ്പോഴേക്കും ഷ്യാമിനോട് പറയണ സത്യൻ വണ്ടി എടുക്കും നമുക്ക് പോവാമെന്ന് പറയണ്ടോ. അപ്പോഴേക്കും ഭാനുമ വിളിക്കണം, മോനെ സത്യൻ നീ ഇങ്ങോട്ടേക്ക് എന്ന് പറയാൻ കേട്ടോ. ഇതേസമയം ഇന്ദ്രനാണെങ്കിൽ തളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ സത്യന് സങ്കടമാവണം. അങ്ങനെ സത്യൻ വന്നിട്ട് പറയുകയാണ്, എന്തിനാണ് ഇന്ദ്രേട്ടാ ഇങ്ങനെ വിഷമിക്കുന്നത്, ഇന്ദ്രേട്ടൻ എന്തിനു വിഷമിക്കണം, അവരെ പോലെ ഒരു സ്ത്രീ അമ്മയല്ലെന്ന് പറയുമ്പോൾ അതിന് സന്തോഷിക്കില്ലേ വേണ്ടതെന്ന് പറയും കേട്ടോ. ആ സമയം ഇന്ദ്രനൊന്ന് ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ഇന്ദ്രനൊന്ന് ഒന്ന് പെട്ടെന്ന് ആ ഷോക്കിൽ നിന്നങ്ങ് റിമൂവ് ആവും കേട്ടോ. അപ്പോൾ ഈ സമയം സത്യം നീ എന്താടാ പറയുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതേ ഇന്ദ്രേട്ടാ, അതാണ് വേണ്ടത്, അവരങ്ങനെ ഒരു വാക്ക് അവരെ കൊണ്ട് അവരുടെ നാക്ക് കൊണ്ട് അവർ പറഞ്ഞെങ്കിൽ ഇന്ദ്രട്ടൻ ഒരു കാര്യം ചിന്തിക്കണം, അവർ ഇന്ദ്രട്ടൻ്റെ അമ്മയല്ലെന്ന് പറയുമ്പോൾ ഇന്ദ്രട്ടൻ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇവരെ പോലെയുള്ളവർ ഒരമ്മയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടാണ്. നാട്ടുകാരുടെ മുന്നിൽ തല പൊന്തിച്ച് നടക്കാൻ പറ്റുന്നില്ല, തല കുനിച്ചാണ് നടക്കുന്നത്. അവർ ചെയ്യാത്ത ക്രൂരതകൾ എന്തെങ്കിലും ഉണ്ടോ, ആ സ്ത്രീ കാരണം നമുക്ക് നല്ല പോലെ നാട്ടിലൊരു വിലയും നിലയും ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേ സമയം സോനയും പറയാണ്, ശരിയാണ് ഇന്ദ്രട്ട, അവർ നമ്മുടെ അമ്മയില്ലെന്ന് അവരായി പറഞ്ഞെങ്കിൽ അത് ഇന്ദ്രട്ടൻ്റെ ഭാഗ്യമല്ലേ, ഞങ്ങളിപ്പോൾ തള്ളിപ്പറയുന്നു ആ സ്ത്രീ ഞങ്ങളുടെ അമ്മയല്ലെന്ന് പറയാനാണ് ഞങ്ങൾക്കിഷ്ടം, ഞങ്ങൾ അതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വനമ പറയണ, അതേ മോനെ, സുശീലയുടെ ദേഷ്യത്തിന് എന്തും പറയും, അവൾ മക്കളെ വിറ്റും ജീവിക്കും, അങ്ങനെ ഒരാളാണല്ലോ, അതിപ്പോൾ ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയം ഇന്ദ്രൻ്റെ മനസ്സിലൂടെ താനും പണ്ട് കൂട്ടിക്കൊടുത്തൊക്കെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഓർമ്മയിൽ വരികയാണ് കേട്ടോ. അതെ ഇന്ദ്രട്ട, ഇവരൊക്കെ പറയുന്നതാണ് സത്യം, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യത്തിനാണ്, അമ്മയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. ഇനി അമ്മയായി ജനങ്ങളോട് വിളിച്ച് പറയുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, സ്വന്തം പെറ്റമ്മയല്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് എന്ന് നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി തലപൊന്തിച്ച് നമുക്ക് പറഞ്ഞൂടെ എന്ന് പറയട്ടോ. അപ്പോഴേക്കും പ്രതിഭ പറയണേ, ഇന്ദ്രട്ടൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, അതായത് അമ്മയുടെ വിജയത്തിന് വേണ്ടി, അവർക്ക് വിജയിക്കാൻ ഒരു വഴിയില്ലെങ്കിൽ അവർ ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറയട്ടോ. ഇതേ സമയം സത്യം പറയണേ, എന്തായാലും ഞാൻ അവരെ തിരക്കി പോട്ടെ, അവരെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതിന് മറുപടി അവർക്ക് കൈയോടെ കൊടുക്കണം, എങ്കിലാണ് അവർക്ക് അതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയണേട്ടോ. ഈ സമയമാണെങ്കിലോ ഹർഷ പറയാണ്, എൻ്റെ സുശീലാൻറ്റി, നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാണ്, അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്, വീട്ടിലോട്ട് പോകാനല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാം, അതായിരിക്കും നല്ലത്, എങ്കിൽ താൻ പറഞ്ഞ ആ ഒരു വേദന കൊണ്ട് പെട്ടെന്നുള്ള ആ ഒരു പ്രഷറിൽ താൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, പിന്നീട് കുറ്റബോധം താങ്ങാനാവാതെ ആൻറ്റിക്ക് വയ്യാതായി എന്നൊക്കെ ഞാൻ അങ്ങ് തട്ടിക്കൂട്ടിക്കോളാം എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം ശരി ആയിക്കോട്ടെ എന്ന് പറയണം. എന്നാൽ വിനയനോട് ലതിക ചൂടാവാണ്, വിനയ നീ ഈ ചെയ്യുന്നത്, ഈ പിഞ്ചു മക്കളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് നിന്നെ ദൈവം വെറുതെ വിടില്ലടാ, അവറ്റങ്ങൾ ഭൂമിയിലോട്ട് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നീ ഈ പെൺമക്കളോട് ക്രൂരത മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ വിജയ്മോനെ പിടിച്ച് സത്യം ചെയ്യുന്നു, ഇതൊക്കെ നിനക്ക് ദൈവം നാളെ ആ കുഞ്ഞ് നിൻ്റെ നേർക്ക് തിരിയുന്നത് ഒരു ദിവസം വരൂടാ, അത് നീ ഓർത്തോ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളെൻ്റെ അമ്മയായതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്, എൻ്റെ ശാപവാക്കുകൾ കൊണ്ട് പറഞ്ഞാലുണ്ടല്ലോ, അത് കേട്ട ലംബോദരം പറയണേ, ലതികെ ഇനി ഈ മക്കളെ ഇവിടെ ഇട്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ മക്കൾ ഒരുപക്ഷെ ജീവൻ ഇവന് ഇല്ലാതാക്കും, ഇവനിങ്ങനെ ഓരോ ക്രൂരതകൾ ആ മക്കളോട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാകും, ലതിക നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ എടുക്കാൻ നോക്കുമ്പോഴേക്കും ഉടൻ തന്നെ വിനയം പറയണേ, ഇത് എൻ്റെ മക്കളാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ആരും ഇവരെ കൊണ്ടുപോവില്ല, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമാവാണ് കേട്ടോ. പക്ഷേ ഇവരാണെങ്കിലും മക്കൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും, മക്കളാണെങ്കിൽ കൺപോള പൊന്തിക്കാൻ കഴിയില്ല, അവർ ഉറക്കത്തിൽ ഞരക്കവും മൂളമൊക്കെ ആയിരിക്കുകയാണ്, ഭക്ഷണമൊക്കെ പിന്നോട്ട് പോകണം, അവരുടെ ആ തളർച്ച കാണുമ്പോൾ വിനയനെ അനുവദിക്കുന്നുമില്ല കേട്ടോ. എന്നാൽ ഈ സമയം
ഈ ഒരു വിവരം എങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ. അപ്പം അതിനെന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ആർഷ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആർഷയുടെ വീട്ടിൽ വെച്ച് തന്നെ സുശീലക്ക് വയ്യാത്തതുപോലെയൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ. അതോടുകൂടി അവിടെ നിന്നും പിന്നീട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയം ശ്യാമയാണെങ്കിലോ എന്തായാലും തീർച്ചയായും അവർക്ക് പോകാൻ ഒരേ ഒരു ഇടമുള്ളേ ഉള്ളൂ, അത് അവിടെ തന്നെ ആയിരിക്കും, അർഷയുടെ വീടായിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയും കേട്ടോ. അങ്ങനെ സത്യനും അതുപോലെ തന്നെ ഈ പറയുന്ന ശ്യാമും കൂടിയിട്ട് രവിയുടെ അരികിലോട്ട് ചെല്ലാണ്. അപ്പോൾ ഉടൻ തന്നെ ബെല്ലടിക്കുകയാണ്. ആ സമയം കുഞ്ഞമ്മയാണ് കതക് തുറക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മക്കളെ സുഷിലയെ തിരക്കി വന്നതായിരിക്കില്ലേ എന്ന് പറയുമ്പോൾ അതെ, അവരെവിടെ, ആ സ്ത്രീ എവിടെ? മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ സ്ത്രീ ചെയ്തു വെച്ചത് എന്തെന്നറിയോ കുഞ്ഞമ്മേ? അത് കേട്ടോണ്ടേ എന്താടാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ കുഞ്ഞമ്മ. ഇപ്പം അത് പറയാനുള്ള ഇടയില്ല, ഇപ്പം സംസാരിക്കാനുള്ള ഒരു ഇടമില്ല, അവരെവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് പിന്നെ സുശീലക്ക് വയ്യാതായി സുശീലയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് രവിക്കുഞ്ഞ്. എവിടോട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ പറയണം അതെനിക്കറിയില്ല, രവിക്കുഞ്ഞിനോട് വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ശ്യാമു പറയണേ ഇതവരുടെ നാടകമാണ്, അവർ നാടകം നടത്താണ്, അവരെക്കൂടെ നാടകമാണ് ഇതൊക്കെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സത്യം പറയണം, നാടകമാണെങ്കിലും എന്താണെങ്കിലും അവരെവിടെയാണെങ്കിലും അവരെ തേടി പിടിച്ച് എനിക്ക് അവരോട് പറയാനുള്ളത് പറയണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം രവിക്ക് വിളിക്കുകയാണ്. അപ്പോൾ രവി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അത് സത്യനാണെന്ന് പറയണേ. അപ്പോൾ അത് കേട്ട് രവി ചോദിക്കുകയാണ് നീ നിൻ്റെ അമ്മയെ തിരക്കി വിളിച്ചതായിരിക്കില്ലേ? അതെ, എവിടെയാണ് ആ സ്ത്രീ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ഇന്ന ഹോസ്പിറ്റലുണ്ടെന്ന് പറയണേ. എന്നാൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയം സുശീലയ്ക്ക് ഒരു ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സത്യന് കഥക് തുറന്ന പാടെ സുശീലയെ കാണുമ്പോൾ സത്യനെ നോക്കി ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കുന്ന സുശീലയാണ് കേട്ടോ. ഇതേ സമയം സത്യ നിൻ്റെ അമ്മക്ക് പെട്ടെന്ന് പ്രഷർ കൂടിയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് പ്രഷർ കൂടുമല്ലോ, കാരണം ഇവരുടെ പ്രഷർ കൊണ്ട് ജീവിതത്തിൽ 3 മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുകയാണ്. ഇവർക്ക് ഞങ്ങൾ ജനിപ്പിച്ച് ഈ നിലയ്ക്ക് എത്തുന്നതിനേക്കാൾ നല്ലത് ഇവരുടെ വാശിയും വൈരാഗ്യത്തിനും വേണ്ടിയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ ഒരു തുള്ളി വിഷം കൊടുത്ത് കൊല്ലായിരുന്നല്ലോ. അന്യൻ്റെ അടുക്കളയിൽ പാത്രം കഴുകിയാണ് മക്കളെ വളർത്തിയെന്ന് പലതവണ പറയെങ്കിലും കൂടി ഇപ്പോൾ മക്കളോട് ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് ചോദിക്കുമ്പോൾ മോനെ സത്യ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്നെ നിങ്ങൾ മോനെന്ന് വിളിക്കണ്ട, ഇന്ദ്രട്ടൻ്റെ മകനല്ല നിങ്ങളെങ്കിൽ ഞങ്ങൾ മക്കൾ, അതായത് സോനിയും ഞാനും ഞങ്ങളുടെ അമ്മയല്ല നിങ്ങളെന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു എന്ന് പറയട്ടോ. ഇതേ സമയം ഉടൻ തന്നെ ഹർഷ വന്നിട്ട് സത്യ നിങ്ങൾ മിണ്ടരുത് കേട്ടോ, നിങ്ങൾ എന്നോട് സംസാരിക്കാനേ വരരുത്, ഞാനും എൻ്റെ അമ്മയുമായുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തിനാ എന്നോട് ഇടപെടാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് സത്യരംഗ് പൊട്ടിത്തെറിക്കുകയാണ്. ഇതേ സമയം രവി വന്നിട്ട് സത്യ അതെ നിൻ്റെ അമ്മയ്ക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ അവരങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ പറയാം, മക്കളെ വീടിൽ നിന്നും വെളിയിലാക്കും, പിണ്ടം വെക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിച്ചു എന്നൊക്കെ പറയും. പക്ഷേ ഒരു പെറ്റമ്മയും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു പെറ്റമ്മയും ഇത്രയും വളർത്തി വലുതാക്കി അവർക്കൊരു കുഞ്ഞുങ്ങൾ പോലും ആയ ഈ സമയത്ത് പെറ്റമ്മയില്ലെന്ന് പറഞ്ഞ് മകൻ്റെ മുന്നിൽ ആരാണ് അമ്മ ആരാണ് അച്ഛൻ എന്നറിയാതെ ഈ അവസ്ഥയിലോട്ട് എത്തിച്ച് അനാഥനാക്കിയ ഇന്ദ്രേട്ടൻ്റെ മാനസികാവസ്ഥ ഇവർക്കറിയില്ല. എന്തായാലും നിങ്ങളത് പറഞ്ഞതിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളത് പറഞ്ഞതിൽ ഇന്ദ്രേട്ടൻ്റെ ജീവിതം ഇനി നല്ല നിലയ്ക്കെത്തും. ഇതുവരെ പെറ്റമ്മയാണെന്നുള്ള കുറ്റബോധം കൊണ്ടാണ് നിങ്ങളുടെ മുഖത്തോട്ട് ഇന്ദ്രേട്ടൻ വിരൽ ചൂണ്ടാതിരുന്നത്. എന്നാൽ ഇനി അങ്ങനെ ആവില്ല. ഇന്ദ്രേട്ടന് പെറ്റമ്മ എന്ന സ്ഥാനം നിങ്ങളായി തന്നെ കളഞ്ഞല്ലോ. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്നും അമ്മ എന്ന സ്ഥാനം നാളെ ഞങ്ങളോടും ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ അമ്മയല്ലെന്ന്. അതുകൊണ്ട് തന്നെ അത് പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇതങ്ങ് ഒഴിവാക്കുകയാണെന്ന് പറയട്ടോ. ഇതും പറഞ്ഞ് സത്യൻ അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ സുശീല ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. ഈ സമയം സുശീലയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഹർഷ പറയുന്നത് എത്ര സത്യമാണ്. താൻ തൻ്റെ ഇത്രയും കാലം ഇന്ദ്രൻ്റെ പവർ കൊണ്ടാണ് തനിക്ക് നടക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ദ്രൻ എന്ന ആ വൻമരത്തെ താൻ വെട്ടിക്കഴിഞ്ഞാൽ താൻ തന്നെ വീഴും എന്നുള്ള സത്യം ആ സമയമാണ് കേട്ടോ സുശീല മനസ്സിലാക്കുന്നത്.